ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. മാമ്പഴം വെച്ച് എങ്ങനെ വളരെ ടേസ്റ്റിയായി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുന്നില്ല കുറച്ച് ടിപ്സ് കൂടി ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനു വേണ്ടി ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്ന നാടൻ മാങ്ങയാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ശർക്കരയും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഒരു വർഷം മുഴുവനും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കറി ഉണ്ടാക്കാനായി ഞാൻ 5 മാങ്ങയാണ് ഒരു മൺചട്ടിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഒരു മാങ്ങയുടെ പൾപ്പ് മുഴുവനായും ഇതുപോലെ എടുത്ത് നമുക്ക് ഈ മാങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ശർക്കരക്ക് അഴുക്ക് തീരെ ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഞാനൊരു പീസ് ശർക്കര ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ പാനി ഉണ്ടാക്കി അരിച്ചൊഴിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം മൂടി വെക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോയാൽ ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതാണ്. അപ്പോൾ 2 പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല മഷി പോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വേവിക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒന്നും അടിക്ക് പിടിച്ച് പോവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ എപ്പോഴും നന്നായി തന്നെ അരക്കാൻ ശ്രമിക്കണേ, എന്നാൽ അന്ന് ഈ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ല കുറുകിയാണ് നമ്മുടെ അരപ്പൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരിക്കലും മൂടി വെച്ച് തിളപ്പിക്കരുത്. ഇതേപോലെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാൻ നോക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നന്നായി തന്നെ കുറുകി വരും കേട്ടോ. ഞാനപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിരുന്ന പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം ചേർത്തത്. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ മാമ്പഴ പുളിശ്ശേരിയിൽ എപ്പോഴും കുരുമുളകിൻ്റെ ആ ഒരു മണമാണ് കേട്ടോ കൂടുതൽ നിൽക്കേണ്ടത്. നമ്മളൊരിക്കലും ഉണക്കമുളക് ചേർത്ത് കൊടുക്കാറില്ല ഇതിൽ. ഇനി ഇതിലേക്ക് വേണ്ടത് മോരാണ്. ഞാൻ 1/2 ഗ്ലാസ് കട്ടിയുള്ള മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരാണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഇനി ഇത് തിളക്കരുത്, ഇത് നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. മൺചട്ടിയാണല്ലോ, അതുകൊണ്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എന്നിട്ടത് മൺചട്ടിയിൽ തിളച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും പിന്നെ 2 ഉണക്കമുളക് ഒന്ന് മുറിച്ചെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നെയ്യിൽ തന്നെ വറുക്കാൻ ശ്രമിക്കണം ഇതിന്, അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മാങ്ങ കൂടുതലുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.